കർണാടകയിലെ അവസാനത്തെ മാവോയിസ്റ്റായി കണക്കാക്കപ്പെടുന്ന ലക്ഷ്മി ഉടുപ്പിയിൽ കീഴടങ്ങി. ഉടുപ്പി ഡെപ്യൂട്ടി കമ്മീഷണർ വിദ്യകുമാരി, SP അരുൺ കെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കീഴടങ്ങിയത്. സംസ്ഥാന നക്സൽ കീഴടങ്ങൽ കമ്മിറ്റി അംഗങ്ങളും 2020-ൽ ആന്ധ്രാപ്രദേശിൽ കീഴടങ്ങിയ മാവോയിസ്റ്റുകളായ ശ്രീപൽ, ഭർത്താവ് സലീം എന്നിവർക്കൊപ്പമാണ് ലക്ഷ്മി കീഴടങ്ങുവാൻ എത്തിയത്. ആന്ധ്രാപ്രദേശിൽ ഒളിവിലായിരുന്ന മാവോയിസ്റ്റ് ലക്ഷ്മിയുടെ പേരിൽ ഉടുപ്പി ജില്ലയിലെ കുണ്ടപ്പൂർ താലൂക്കിൽ അമേസ്ബൈൽ, ശങ്കരനാരായണ പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളാണുള്ളത്. 2007 മുതൽ 2008 വരെ രജിസ്റ്റർ ചെയ്തതിൽ പോലീസുമായുള്ള വെടിവെപ്പ് ആക്രമണം, മാവോയിസത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ കേസുകളാണുള്ളത്. കർണാടക സർക്കാർ കീഴടങ്ങൽ ചട്ടവും ധനസഹായവും പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എനിക്ക് കീഴടങ്ങണമെന്നുണ്ടായിരുന്നു. ജില്ലാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ കീഴടങ്ങൽ കമ്മിറ്റി രൂപീകരിച്ചതിനാൽ കീഴടങ്ങൽ സുഗമമായെന്നും ലക്ഷ്മി പറഞ്ഞു. കീഴടങ്ങൽ പാക്കേജ് പ്രഖ്യാപിച്ചതിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്ക് ലക്ഷ്മി നന്ദി അറിയിച്ചു. തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസുകളിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷ്മി ജില്ലാ ഭരണകൂടത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് തന്നെയുള്ള മാവോയിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർക്കാരിന്റെ A കാറ്റഗറിയിലാണ് ലക്ഷ്മി ഉണ്ടായിരുന്നതെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ വിദ്യകുമാരി പറഞ്ഞു. കീഴടങ്ങൽ പാക്കേജ് ചട്ടപ്രകാരം ഈ വിഭാഗത്തിൽ വരുന്ന മാവോയിസ്റ്റുകൾക്ക് 7 ലക്ഷം രൂപയാണ് നൽകുന്നത്. 3 വർഷങ്ങളിലായി പല ഘട്ടമായാണ് ഈ പണം നൽകുന്നത്. ഇതുകൂടാതെ താൽപര്യമനുസരിച്ച് വിദ്യാഭ്യാസം, പുനരധിവാസം, ജോലി തുടങ്ങിയവയും നൽകുന്നുണ്ടെന്നും ദിവ്യ പറഞ്ഞു. കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കണമെന്നും സമൂഹത്തിൽ സാധാരണ മനുഷ്യരെ പോലെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് കീഴടങ്ങൽ കമ്മിറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഭാഗമായി 2025-ൽ ഇതുവരെ 22 മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയിട്ടുള്ളത്. കർണാടകയിലെ അവസാനത്തെ മാവോയിസ്റ്റാണ് ലക്ഷ്മി. ഇതോടെ കർണാടക നക്സൽ രഹിത സംസ്ഥാനമായെന്നും കമ്മിറ്റി പറഞ്ഞു.